சபரிமலை மாலை போட்டிருக்கேன். அப்புறம் ஜீசஸ் ரோசரி மாலை போட்டு ஒரு 1 இயர் ஃபாஸ்டிங் இருந்திருக்கு. எல்லாமே எனக்கு எல்லா கடவுளும் ஓகே அப்படின்ற மாதிரி நான் ஃபாலோ பண்ணிட்டு இருந்தேன். பட் ஒரு டைமில் சில அவமானங்கள்லாம் இருந்தது. கோயிலெல்லாம் வந்து எதிர்பார்க்காத ஒரு சாட்டிஸ்ஃபேக்ஷன் இல்லாத ஒரு விஷயம்லாம் நடந்தது. நிறைய நடந்துகிட்டே இருந்தது. ஸோ அதுக்கப்புறம் ஒரு வாட்டி நான் வந்து மஸ்ஜித் போகும்போது எல்லாரும் லைனாக நின்று ப்ரே பண்ணாங்க. ஃபஸ்ட் டைம் போகிற எல்லாரும் ப்ரே பண்ணுறாங்க. எல்லாருக்கும் தெரியுது நான் ஒரு ஆக்டர்னு. யாருமே உள்ள என்கிட்ட பேசல. அந்த உள்ள மஸ்ஜித் உள்ள யாருமே பேசல. எல்லாரும் வெளியில் வந்து தான் பேசினாங்க. ரொம்ப பெட்டராக பேசினாங்க. யாருமே ஃபோட்டோ எடுக்கணும்னு சொல்லி கேட்கல. ஸோ எனக்கு என்ன தோணுச்சுன்னா இங்கே ஒரு ஈக்குவாலிட்டி இருக்கும், இங்கே எல்லாருமே சமமாக பார்க்குறாங்களோ அப்படின்றது எனக்கு ஃபஸ்ட் ஸ்ட்ராங்காக பட்டது. அப்புறம் அதை ஃபாலோ பண்ணும்போது என்னோட பர்சனல் கேரக்டர் எனக்கு வந்து கொஞ்சம் மாற ஆரம்பிச்சு. இப்போ வெளியில் என்னதான் நான் அதை பற்றி அந்த மதத்தை பற்றி தப்பாக பேசினாலும் கண்ணில் பார்க்குறதா நம்புவாங்க. கண்ணில் பார்க்க உணர்றது கண்ணில் பார்த்து உணர்றல. ஸோ அது எனக்கு ரொம்ப கம்ஃபர்டபுளாக சாட்டிஸ்ஃபேக்ஷனாக இருந்தது. நம்மளோட பர்சனல் கேரக்டர் நல்லா பெட்டர் ஆகிட்டு தோணும்போது அப்படியே ஃபாலோ பண்ண ஆரம்பிச்சிட்டேன். மெயினாக நான் சொல்லணும்னா வந்து ஹெல்பிங் மைண்ட். நீங்கள் வந்து மக்களுக்கு ஒரு போர்ஷன் வந்து உங்களுக்கு வந்து ஃபேமிலிக்கு ஒரு போர்ஷன், உங்களுக்கு ஒரு போர்ஷன் வந்து மக்களுக்கு இல்லாதவங்களுக்கு கொடுக்கணும் அப்படின்றது ஒரு ரூல்ஸ் தான். நம்ம வந்து கண்டிப்பாக நம்ம கிட்ட 100 ரூபாய் கிடைச்சாலும் அதுல இருந்து நீ ஒரு 12 ரூபாய் நீ கண்டிப்பாக இல்லாதவங்க கொடுத்து தான் ஆகணும். இது பண்ணாதான் நீ ஒரு முஸ்லீம் அப்படின்றது ரொம்ப ஸ்ட்ராங்காக சொன்னாங்க. ஸோ அதை ஃபாலோ பண்ணும்போது அந்த நிறைய விஷയങ്ങൾ இருக்குது. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു തമിഴ് യൂട്യൂബ് ചാനലിൽ ജയ് എന്ന് പറയുന്ന തമിഴ് സിനിമാ നടൻ താൻ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നുള്ള വിഷയത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇസ്ലാം എന്ന് പറയുന്ന മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള വ്യാജമായ പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ കാലയളവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ജയ് എന്ന് പറയുന്ന സിനിമാ നടൻ അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. ഇതിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ എല്ലാ മതത്തെയും ഒരുപോലെ കാണുന്ന വ്യക്തിയാണ്. അതായത് ഞാൻ ശബരിമലയിലൊക്കെ പോകാറുണ്ട്, ചർച്ചിലുമൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകാറുണ്ട് എന്നൊക്കെ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ അത്തരം സന്ദർഭങ്ങളിലെല്ലാം പലപ്പോഴും അദ്ദേഹത്തിന് അപമാനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം തുറന്നു പറയുകയാണ്. മാത്രമല്ല, ഇവിടെ പോയതിൽ നിന്ന് വ്യത്യസ്തമായി സന്തോഷം നിറഞ്ഞ അനുഭൂതി പള്ളികളിൽ, അതായത് മസ്ജിദുകളിൽ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായി എന്നുള്ളതാണ് അദ്ദേഹം ഇതിൽ പറയുന്നത്. മാത്രമല്ല, അദ്ദേഹം പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ അദ്ദേഹത്തിനെ ഒരു സെലിബ്രിറ്റിയായി കാണാതെ ഒരു സാധാരണ ഒരു മനുഷ്യനെ പോലെ കണ്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിലൂടെ മനോഹരമായ ഒരു ഈക്വാലിറ്റി, ഒരു തുല്യത അദ്ദേഹത്തിന് അവിടെ കാണാൻ സാധിച്ചു, അത് അനുഭവിക്കാൻ സാധിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. പള്ളികളെ സംബന്ധിച്ചിടത്തോളം അവിടെ എല്ലാവരും പടച്ചവന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്. ആ തുല്യതയാണ്, ആ ഈക്വാലിറ്റിയാണ് അദ്ദേഹത്തിനെ വളരെയധികം ആ ഇസ്ലാമിലേക്ക് ആകർഷിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള ആ വലിയ ഒരു പാഠം അത് തനിക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. തൻ്റെ സമ്പാദ്യത്തിലെ ഒരു വിഹിതം അത് പാവപ്പെട്ട മനുഷ്യർക്ക് നൽകണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള നല്ലൊരു കർമ്മം ചെയ്യുന്നതിലൂടെ തനിക്ക് വലിയ ഒരു മാറ്റം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായതായി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ സിനിമാ നടൻ അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നാലും വന്നില്ലെങ്കിലും ഇസ്ലാമിന് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇസ്ലാമിലേക്ക് ആരെയും നിർബന്ധിച്ചല്ല കൊണ്ടുവരുന്നത്. നേരെ മറിച്ച് ആ ഇസ്ലാം മതത്തിലെ ഇത്തരത്തിലുള്ള മനോഹരമായ അനുഭവങ്ങൾ, അതിലെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർ ഇസ്ലാമിലേക്ക് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനീ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിൽ ഈ ജയ് എന്ന് പറയുന്ന ഈ തമിഴ് സിനിമാ നടൻ അത് വ്യക്തമായി പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നുണ്ട്.